സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ബൈജു അഗസ്റ്റിൻ, തൃശൂർ. കർത്താവിന്റെ മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിന്റെ പുസ്തകം 14 അധ്യായം 10 വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തെ മനുഷ്യന്മാരെ കുറിച്ചാണ്. ഒരു വ്യക്തി മരിച്ചാൽ അവൻ ദ്രവിച്ചു പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ താഴെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. നാം നമ്മെ തന്നെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തത് ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ പറയുന്നു, പുരുഷൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? നമുക്കറിയാം, മരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവനെ മണ്ണിൽ സംസ്കരിക്കുന്നു. പിന്നെ അവൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഇത്ര പ്രസക്തി? ബൈബിൾ വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. എന്നിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അഥവാ തന്റെ ആത്മാവിനെ അവനിൽ പകർന്നു. മരണമില്ലാത്ത ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോഴാണ് ശരീരം മരിക്കുന്നത്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ ആത്മാവ് പോകുന്നത്? പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, മരിച്ചു കിടക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം ഇപ്പോൾ എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടതാണ്, ഇദ്ദേഹത്തിനോട് സംസാരിച്ചതാണ്, ഇപ്പോൾ ഈ വ്യക്തി എവിടെയാണ്? ഇദ്ദേഹത്തിന് ആത്മാവുണ്ടോ? ദുഃഖിച്ചിരിക്കുകയാണോ? സന്തോഷിച്ചിരിക്കുകയാണോ? പല രീതിയിലുള്ള ചോദ്യം മരിച്ച മറ്റുള്ള ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയ സ്നേഹിത, നാം നമ്മെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയായിരിക്കും? എൻ്റെ ശരീരം ഈ മണ്ണിനോട് ദ്രവിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ് എവിടെ? അത് എവിടേക്ക് പോകുന്നു എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 42 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. യേശു കർത്താവിനെ ക്രൂശിക്കുന്നതായിട്ടൊരു വേളയാണത്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കിടക്കുന്നു. 2 ദുഷ്പ്രവൃത്തിക്കാർ, ഒരാൾ ഇടത്തും ഒരാൾ വലത്തും. രണ്ടുപേരും ആദ്യത്തേതിൽ അവരെ ദുഷിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഒരാൾ പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം. എന്നാൽ ഒരുവൻ മറ്റവനോട് പറഞ്ഞു, നാം ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുകയില്ലയോ? നാം ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ പാപങ്ങളെ അവിടെ ഏറ്റുപറയുകയും യേശുവിൽ പാപം ഇല്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അവൻ ആ കുരിശുമരണത്തോട് അടുക്കുന്നതായിട്ടുള്ള സമയത്ത് യേശു കർത്താവിനോട് പറയുന്ന ഒരു വാചകമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ.
യേശു അവനോട് പറഞ്ഞതായിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഭാഗം. അതിലും ഇന്ന് നീ എന്നോടുകൂടെ പർദീസിലിരിക്കും. അപ്പോൾ ഇവിടെ ഇയ്യോബ് ചോദിക്കുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? യേശു പറയുന്നു, മരിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു ദുഷ്പ്രവൃത്തിക്കാരനോട് ഇന്ന് നീ എൻ്റെ കൂടെ പർദീസിലിരിക്കും. ഈ ദുഷ്പ്രവൃത്തിക്കാരൻ മരിച്ചാൽ നമുക്കറിയാം അവന് എവിടെയായിരിക്കും. യേശു ഒരിക്കലും കള്ളം പറയുന്നൊരു വ്യക്തിയല്ല. യേശുവിൻ്റെ വാക്കുകൾ സത്യമാണ്. യേശു പറഞ്ഞു, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസിലിരിക്കും. അങ്ങനെ പറയുവാനായിട്ട് എന്താണ് കാരണം? അവിടെ ഈ ദുഷ്പ്രവൃത്തിക്കാരൻ സ്വന്തം തെറ്റിനെ ഏറ്റുപറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം പറയുന്നു 40-ാം വാക്യത്തിൽ, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുകയില്ലോ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു, എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ശിക്ഷ ഇത് സത്യമാണ്, ഞാൻ അർഹിക്കുന്നതാണ്. എന്നാൽ ഈ യേശു അത് അനുഭവിച്ചിട്ടില്ല. യേശു തെറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അവനൊരു സത്യം അവിടെ വിളിച്ചു പറയുകയാണ്. എന്താണെന്നറിയാമോ? ഈ യേശു മരിക്കും, ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിലേക്ക് പോകും, രാജാവായിട്ട് തിരിച്ചു വരും. അവൻ പറയുകയാണ്, യേശുവേ, നീ രാജാവായിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. ഇവിടെ അവൻ ചോദിക്കുകയാണ്, ആ കള്ളനോട് നാം ചോദിക്കാം, ഇന്ന് നീ മരിച്ചാൽ എവിടെ? നിന്റെ പ്രാണൻ എവിടെ എന്ന് ചോദിച്ചാൽ അവൻ പറയും, എൻ്റെ പ്രാണൻ ഇന്ന് യേശുവിനോടുകൂടെ വിശ്രമിക്കും. പ്രിയമുള്ളവരെ, നാം പാപികളാണോ? നിന്റെ പാപത്തെ നിനക്ക് ഏറ്റുപറയുവാനായിട്ട് സാധ്യമാണോ? നീ മരിച്ചാൽ എവിടേക്ക് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിനക്ക് അറിയില്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വാ. യേശു പറയുന്നു, യേശുവിൽ വിശ്വസിച്ചാൽ, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രാജാവായി വീണ്ടും വരുമെന്ന് നീ വിശ്വസിച്ചാൽ, ഇന്ന് യേശു നിന്നോട് പറയും, നീ എൻ്റെ കൂടെ പർദീസിലിരിക്കും. എത്ര ഭാഗ്യമായ ഒരവസ്ഥ! ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? യേശു ഹൃദയത്തിലുള്ള വ്യക്തിയാണ് പ്രാണനെ വിട്ടതെങ്കിൽ അവൻ തീർച്ചയായിട്ടും യേശുവിൻ്റെ കൂടെ ആയിരിക്കും. പ്രിയ സ്നേഹിത, നീ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നീ മരിച്ചാൽ നിന്റെ പ്രാണൻ കൈവിട്ടു പോകും. നിന്റെ പ്രാണൻ എവിടെ എന്ന് പറയുവാനായിട്ട് ആർക്കും സാധ്യമല്ല. എന്നാൽ യേശുവിനെ സ്വീകരിച്ച ഹൃദയമാണെങ്കിൽ യേശു ഇന്ന് നിന്നോട് പറയും, നീ ഇന്ന് എൻ്റെ കൂടെ പർദീസയിലിരിക്കും. ആ ഭാഗ്യപദവിയിലേക്ക് എത്തുവാൻ യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ കർത്താവായി സ്വീകരിച്ച്, യേശുവുള്ള ഹൃദയമായി തീരുവാൻ ഇന്നത്തെ വചനധ്യാന മുഖാന്തരം യേശു നിന്നെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.